Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. ഇപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിരുന്നു. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ വിവിധ തസ്തികകളിലേക്കുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചുരുക്കപ്പട്ടികയിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും അതുപോലെ കട്ട് ഓഫും എന്ന് പറയുന്നത്. ആദ്യം നോക്കുവാണെങ്കിൽ 510/2024 SI സിവിൽ പോലീസ് ഓപ്പൺ മാർക്കറ്റ് 22,338 പേരാണ് പട്ടികയിലുള്ളത്. കട്ട് ഓഫ് 42.4 ആണ്. 511/2024 SI സിവിൽ പോലീസ് മിനിസ്റ്റീരിയൽ 214 പേരാണ് പട്ടികയിലുള്ളത്. കട്ട് ഓഫ് വരുന്നില്ല, എല്ലാവരും അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. 512/2024 SI സിവിൽ പോലീസ് കോൺസ്റ്റാബുലറി 1511 പേരുണ്ട്. 31.12 കട്ട് ഓഫ്. 508/2024 SI ആംഡ് പോലീസ് ഓപ്പൺ മാർക്കറ്റ് 21,842 പേരാണ് പട്ടികയിലുള്ളത്. 33.15 ആണ് കട്ട് ഓഫ്. അതുപോലെ തന്നെ 509/2024 SI ആംഡ് പോലീസ് കോൺസ്റ്റാബുലറി 1504 30.8 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 51/2024 SI സിവിൽ പോലീസ് 291 പേര് 20.19 ആണ് കട്ട് ഓഫ്. ഇനി 576/2024 ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ വന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു തസ്തികയാണത്. അസിസ്റ്റന്റ് ഓഡിറ്റർ, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അതിൽ തന്നെ തസ്തിക മാറ്റമുണ്ട്. തസ്തിക മാറ്റത്തിൽ 2804 പേരും നമ്മുടെ ജനറൽ കാറ്റഗറിയിൽ 49,073 പേരുമാണ് ഉള്ളത്. 46.7 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. 25.6 ആണ് തസ്തിക മാറ്റത്തിലെ കട്ട് ഓഫ്. ഇവിടെയാണ് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇനി 445/2024 എക്സൈസ് ഇൻസ്പെക്ടർ 511 പേരാണ് ലിസ്റ്റിലുള്ളത്. 50.1 ആണ് കട്ട് ഓഫ്. 444/2024 എക്സൈസ് ഇൻസ്പെക്ടർ 354 പേരാണുള്ളത്. 25 വളരെ കുറഞ്ഞ ഒരു കട്ട് ഓഫാണ് എക്സൈസ് ഇൻസ്പെക്ടറിലേക്ക് വന്നിരിക്കുന്നത്. 443/2024 എക്സൈസ് ഇൻസ്പെക്ടർ NCA 354 പേരാണ് പട്ടികയിലുള്ളത്. കട്ട് ഓഫ് 37.4. 277/2024 റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ 844 പേരാണ് പട്ടികയിലുള്ളത്. 68.07 ആണ് കട്ട് ഓഫ്. ടോട്ടൽ 1,01,640 ആൾക്കാരാണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നോക്കിക്കേ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മളൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രിലിംസ് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മത്സരിച്ചിരുന്നത് എത്ര ഉദ്യോഗാർത്ഥികളോടൊപ്പമാണ്? 4 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളോടൊപ്പമാണ്. ആദ്യത്തെ പോയിന്റ്, ഈ 4 ലക്ഷത്തിൽ നിന്നും എത്രയിലേക്ക് ചുരുങ്ങി? ഇനി നമ്മൾ മത്സരിക്കാൻ പോകുന്നത് ആരോടൊക്കെയാണ്? 49,073 പേരോട് മാത്രമാണ്, അല്ലെങ്കിൽ 72 പേരോട് മാത്രമാണ് നമ്മൾ മത്സരിക്കുന്നത്. ഇപ്പം നമ്മുടെ റാങ്ക് ഹോൾഡർ പറഞ്ഞതുപോലെ തന്നെ പ്രിലിംസും അതുപോലെ തന്നെ മെയിൻസും കമ്പയർ ചെയ്യുമ്പോൾ പ്രിലിംസ് ഒരു ഫിൽട്രേഷൻ ഉള്ളത് നല്ലതാണ്. വീണ്ടും നമ്മൾ മെയിൻസിൽ മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുവാണ് ചെയ്യുന്നത്. അപ്പം 4 ലക്ഷത്തിൽ നിന്നും 49,000 ഒതുങ്ങുവാണ് നമ്മളുടെ ഉദ്യോഗാർത്ഥികളുടെ അല്ലെങ്കിൽ നമ്മൾ മത്സരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സാധ്യത കൂടുതലാണ്. ഇനി ഏത് രീതിയിൽ പഠിച്ചാലാണ് നമുക്ക് ഇതിലേക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, അത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിൻ്റെ സിലബസ് എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പുതിയ സിലബസ് നടക്കാൻ പോകുന്ന ആദ്യത്തെ പരീക്ഷയാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്ന ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇതിൽ ആദ്യത്തെ പേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ പ്രിലിംസിലെ പേപ്പർ തന്നെയാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനോട് കൂടി ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് അതിനകത്ത് പേപ്പർ 1 വരുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. പക്ഷെ അവിടെ ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരത്തിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും പലരും, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം നമ്മുടെ ഉദ്യോഗാർത്ഥികളിൽ ഒരുപാട് പേര് ഈ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചതെന്ന് മനസ്സിലായത്, ആദ്യമേ പഠിച്ച കുട്ടികൾ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആണ്. എന്നാൽ അവസാനത്തേക്ക് അല്ലെങ്കിൽ 60 ദിവസത്തെ ക്രാഷ് കോഴ്സിലും അല്ലെങ്കിൽ ബൂസ്റ്റർ പ്രോഗ്രാംസിലും ഒക്കെ കയറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും ഈ പേപ്പർ 1 ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവിടെ ചോദ്യങ്ങൾ പരിചയപ്പെടാനുണ്ട്. അതാണ് അവിടെ ഫേസ് ചെയ്യുന്ന കുട്ടികളുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ. നമ്മൾ ആദ്യമേ പഠിച്ചപ്പോൾ നമ്മൾ ആ ഒരു ഡെപ്തിൽ പഠിക്കാതെ പ്രിലിംസിനെ ഫോക്കസ് ചെയ്ത് പഠിച്ച കുട്ടികളുണ്ട്. അവർക്ക് അവിടെ കുറച്ചധികം കാര്യങ്ങൾ വീണ്ടും ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് പേപ്പർ 1 ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഹഡ്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കുറച്ച് പേരെ സംബന്ധിച്ചോളം അവർ മറന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രിലിംസ് കഴിഞ്ഞപ്പോൾ അതങ്ങ് വിട്ടു, വീണ്ടും പൊടി തട്ടി എടുക്കണം എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കാനുള്ള സമയം തീർച്ചയായിട്ടും വേണം. അതോടൊപ്പം തന്നെ എന്താണോ മെയിൻസിലെ ചോദ്യ പാറ്റേൺ അത് അർഹിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത്.
അതാണ് പേപ്പർ 1 ഒരു 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 ഹഡിൽ എന്ന് പറയുന്നതെങ്കിൽ പേപ്പർ 2 വരുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അതാ നോക്കിക്കേ. ഫസ്റ്റ് മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് 20 മാർക്കാണ് നമുക്ക് ഈ 2 മൊഡ്യൂളിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ 20 മാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് PSC പൂളിൽ അല്ലെങ്കിൽ PSCയുടെ ഒരുപാട് എക്സാംസിലൊന്നും ഉള്ള ഒരു സിലബസ് അല്ല അല്ലേ. ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഈവൻ കേരള ഗവേണൻസ് എന്ന് പറയുന്നത് പോലെ സുലഭമായിട്ട് കിട്ടുന്നതല്ല ഈ ഒരു 20 മാർക്ക് എന്ന് പറയുന്നത്. ഈ 20 മാർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ റാങ്ക് ഡിഫൈനിങ് മാർക്ക് എന്ന് പറയുന്നത്. ബാക്കി എല്ലാം നിങ്ങൾ പഠിച്ചാലും ഈ 20 മാർക്കിൽ ആരൊക്കെ എക്സൽ ചെയ്യുന്നു അവരിലേക്കാണ് ഈ മെയിൻസ് പെട്ടെന്ന് എത്തിച്ചേരുക. സോ അതുകൊണ്ട് തന്നെ ഈ 20 മാർക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തേ പറ്റുള്ളൂ. ഇത് MBA പോലുള്ള എക്സാംസ് അല്ലെങ്കിൽ MBA പോലുള്ള കോഴ്സുകൾ ചെയ്ത കുട്ടികളെ സംബന്ധിച്ചോളം ഇത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അവിടെ നമ്മൾ പഠിച്ചത് തിയറട്ടിക്കലി ആണ്. ഇവിടെ MCQs ആയിട്ടാണ് ചോദ്യം വരുന്നത്. വീണ്ടും ആ ഒരു പോയിന്റിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ശീലിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ 20 മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന 20 മാർക്ക് തന്നെയാണിത്. കാരണം തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയാലും അല്ലെങ്കിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്, ഇതൊക്കെ നമുക്ക് വളരെ പഠിക്കാൻ ഇൻട്രസ്റ്റ് തോന്നുന്ന കുറച്ച് ഭാഗങ്ങളാണ്. പക്ഷെ അവിടെയെല്ലാം ഈ ചോദ്യങ്ങൾ ഏത് രീതിയിൽ വരും, ഈ ചോദ്യങ്ങൾ പല ലെവലുകളിൽ വരും, അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു അറിവ് അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള പ്രാക്ടീസാണ് ഈ 20 മാർക്കിൻ്റെ ഏറ്റവും വലിയ ഹഡിൽ. ഞാൻ വീണ്ടും പറയുന്നു, ഈ 20 മാർക്ക് ഇവിടുത്തെ റാങ്ക് ഡിഫൈനിങ് മാർക്കുകളിൽ ഒന്ന് തന്നെയാണ്. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ഇതിലേക്കുള്ള മെറ്റീരിയൽ ഇപ്പം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് വായിക്കുക എന്ന് പറയുന്നത് സൊല്യൂഷനേ അല്ല. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ചോദ്യങ്ങളിലൂടെ പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അത് നമുക്ക് പരിചിതമാണെങ്കിൽ പോലും അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് വ്യത്യാസമുണ്ട് അല്ലേ. സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. ഇനി കേരള മോഡൽ എക്കോണമി ആൻഡ് ഡെവലപ്മെന്റ്, ഇത് നമ്മൾ കൂടുതലായിട്ട് പിന്നെ കണ്ടിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ എന്ന് പറയുന്നത് KS ആണ്. KS തീർച്ചയായിട്ടും 2 മൊഡ്യൂൾ കേരള എക്കോണമി ഉണ്ട്. അപ്പം അത് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഓക്കെ, നമുക്ക് ഒരു പരിധി വരെ 2 പ്രാവശ്യം KSന്റെ എക്സാം നടന്നതുകൊണ്ട് തന്നെ ഒരു പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫെമിലിയർ ആകാനുള്ള സോഴ്സ് നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഇതിൽ ഏറ്റവും കൂടുതൽ അപ്ഡേഷൻസ് വരുന്ന ഒരു ഭാഗമാണ് അല്ലേ, എക്കോണമിയാണ്. അപ്പം ഓരോ പ്രാവശ്യവും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള അപ്ഡേഷൻസ് വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. സോ അപ്ഡേറ്റഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മളുടെ മൊഡ്യൂൾ 5 അല്ലെങ്കിൽ മൊഡ്യൂൾ 6 എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നമ്മുടെ എക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ആൻഡ് ഫൈനലി ഈ ഗവേണൻസും നിങ്ങൾ പല എക്സാംസിനായിട്ട് പഠിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതും അത്യാവശ്യം 10 മാർക്ക് നല്ല രീതിയിൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഈ സിലബസിൻ്റെ മർമ്മം അറിഞ്ഞ് പഠിക്കുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഒരു പ്രയോജനമില്ല. സിലബസിൻ്റെ മർമ്മം അറിഞ്ഞ് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ, വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. ചോദ്യങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക, ചോദ്യങ്ങളോട് തന്നെ നിങ്ങൾ പഠിക്കുക. പലരും പറയാറുണ്ട് മൊഡ്യൂൾ 1, 2 ഞങ്ങൾ പഠിച്ച ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ചോദ്യങ്ങളോട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇത് പുതിയ സിലബസിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ പരീക്ഷയാണ്. സോ കൃത്യമായിട്ടുള്ള പഠനമാണ് ഇവിടെ ഏറ്റവും മുന്നിൽ വേണ്ടത്. സോ നന്നായിട്ട് പഠിക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഡിഗ്രി മെയിൻസ് എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ കുട്ടികൾക്കായിട്ട്, നമ്മുടെ ഇൻഹൗസിൽ ഒരുപാട് കുട്ടികൾ ഷോർട്ട് ലിസ്റ്റ് വിട്ടിട്ടുണ്ട്. അവർക്കായിട്ട് നമ്മൾ എന്തായാലും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്ത് സംശയങ്ങൾക്കും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഒരുപാട് പേരുടെ ആഗ്രഹമാണ് പ്രിലിംസിൽ എത്തുക എന്നുള്ളത്. കയ്യിലെത്തിയിട്ട് വായിലെത്താതെ പോയി എന്നൊരവസ്ഥയിലേക്ക് ആവരുത് അല്ലേ. പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ആണ് നമ്മളെപ്പോഴും ഫ്രീ ആയിട്ട് മെറ്റീരിയൽ കിട്ടുന്നിടത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഒരു പ്രിലിംസ് വരെ എത്തുക എന്നുള്ളത്. പലർക്കും സാധിച്ചില്ല, നിങ്ങൾക്കത് സാധിച്ചു. ഇനി അവിടെ നിന്നും ഈ ഒരു മെയിൻസിലേക്കുള്ള ദൂരം ചെറിയ ദൂരമാണെങ്കിൽ പോലും അത് കവർ ചെയ്യാനുള്ള സ്റ്റഫ് നിങ്ങളുടെ അടുത്ത് വേണം. അതിൽ നിങ്ങളൊരു കോംപ്രമൈസും വരുത്തരുത്. നന്നായിട്ട് തന്നെ പഠിക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതിയ കോഴ്സസ് ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരെ ഉൾപ്പെടെ നമ്മുടെ വിനീത് സാർ ആയാലും റിയാസ് സാർ ആയാലും അങ്ങനെ ഈ ഒരു മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള മെൻറ്റേഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫ്രീ ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.